എല്ലാ മക്കളും കേൾക്കുന്നുണ്ടോ പറയുന്നേ? കേക്കാം. ഓക്കെ. ഇന്ന് ടീച്ചർ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? പത്രം വായിക്കാറുണ്ടോ മക്കളെല്ലാരും? ന്യൂസ് പേപ്പർ വായിക്കുന്നവരാരാ ഉള്ളേ? സത്യസന്ധമായിട്ട് പറയണം. ന്യൂസ് പേപ്പർ വായിക്കുന്നവരാരാ? ഇംഗ്ലീഷ് ഓർ മലയാളം? ആരാ വായിക്കുന്നത്? ജോഷുവ വായിക്കും. ഓക്കെ. പത്രം വായിക്കുന്ന ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ ഈ കൂട്ടത്തില്. ബാക്കി ആരും പത്രം ആരാ വായിക്കുന്നേ? ബെന്ന് വായിക്കോ? ബെന്നെ ഗുഡ് ബോയ്. ഞങ്ങൾക്ക് സ്കൂളിൽ ന്യൂസ് എഴുതിക്കൊണ്ട് പോകണം. പത്രവാർത്ത എഴുതിക്കൊണ്ട് പോണം സ്കൂളിൽ അല്ലേ? പത്രം വായിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? പത്രം അതോ ന്യൂസ് ഇങ്ങനെ ടിവിയിലൊക്കെ കാണത്തുള്ളൂ, മൊബൈലില് കാർട്ടൂണ്? പത്രം വായിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ബെന്ന് മാത്രമേ ഉള്ളൂ പത്രം വായിക്കുന്ന ശീലം അല്ലേ? ഇത്രയും കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ടായിട്ട് ബെന്ന് മാത്രമേ പത്രം വായിക്കൂ. വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അക്ഷരസ്ഫുടത ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ബിന്ദുഷയ്ക്ക് പത്രം വായിക്കുന്ന സ്വഭാവം ഇല്ലേ ബിന്ദുഷേ? ആന്റി, അത് ടൈം കിട്ടാറില്ല. എന്താണാവോ ടൈം? വീട്ടിൽ പശുവിനെ കുളിപ്പിക്കണം, ആടിനെ കുളിപ്പിക്കണം, വീട്ടുകാർക്കെല്ലാം ചോറ് വെച്ചു കൊടുക്കണം, എല്ലാം ബിന്ദുഷയാണല്ലോ ചെയ്യുന്നത് അല്ലേ ബിന്ദുഷ? രാവിലെ നേരത്തെ സ്കൂളില് ക്ലാസ് 12th ആയതുകൊണ്ട് രാവിലെ സ്കൂളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം എപ്പോ എത്തും? വൈകുന്നേരം 3:30 ആവുമ്പോ എത്തും. 3:30 ആവുമ്പോ എത്തും. പത്രം ഉണ്ടോ വീട്ടില്? പത്രം വരുത്തുന്നുണ്ടോ? പത്രം അടുത്തുണ്ടോ? ഇപ്പൊ ഇടാറില്ല. നിങ്ങൾ പത്രം വായിക്കണം കേട്ടോ. പത്രം വായിക്കണം. പത്രങ്ങൾ ഏതൊക്കെയാ ഉള്ളേ നിങ്ങൾക്കറിയോ? പത്രങ്ങൾ ഏതൊക്കെയാ? പത്രങ്ങളുടെ പേരറിയോ? കുറച്ചറിയാം. ഒന്ന് പറഞ്ഞേ, പത്രങ്ങളുടെ പേര് പറഞ്ഞേ. മലയാള മനോരമ, ദേശാഭിമാനി, മാതൃഭൂമി, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ, ടൈംസ് ഓഫ് ഇന്ത്യ, മാധ്യമം, ഗുഡ് ന്യൂസ്, ജന്മഭൂമി, കൈരളി, ചന്ദ്രിക, പിന്നെ മാതൃഭൂമി വീണ്ടും വന്നു. ഓക്കെ. മാതൃഭൂമി, സുപ്രഭാതം, ദേശാഭിമാനി വീണ്ടും പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് പത്രം ഉണ്ടല്ലോ, ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്ത്യൻ എക്സ്പ്രസ് അല്ലേ? ഇങ്ങനെ ഒത്തിരി പത്രങ്ങളുണ്ട്. പക്ഷേ എന്റെ മക്കൾ ആരും പത്രം വായിക്കുന്നില്ല. ഒരു കുഞ്ഞു മാത്രമേ പത്രം വായിക്കുന്നുള്ളൂ. ഇത്രയും പത്രങ്ങളുടെ പേരൊക്കെ അറിയാം. കഴിഞ്ഞ ദിവസം ജോഷു പറ. ഒരു ഇംഗ്ലീഷ് പത്രം കൂടി ഉണ്ട്, ദ ഹിന്ദു. കറക്റ്റ്, ദ ഹിന്ദു. ഓക്കെ. അപ്പൊ ഇത്രയും പത്രങ്ങളുടെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറഞ്ഞു, ഞാനല്ല പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. പക്ഷെ പത്രം വായിക്കുന്ന ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബെന്ന്. പ്ലസ് 2 പഠിക്കുന്ന കുട്ടിയും. ജോഷു വായിക്കുന്നുണ്ടോ പത്രം? ഞാനും പറഞ്ഞിരുന്നു. പത്രം വായിക്കും. ഏത് പത്രാ ജോഷു വായിക്കുന്നത്? മലയാള മനോരമ. ജോഷുവായിക്ക് മലയാളം വായിക്കാൻ അറിയാം? അറിയാം. ഓക്കെ. മലയാളം വായിക്കുമ്പോ മലയാള മനോരമയിലെ നല്ല മലയാളമാണ്. നിങ്ങൾക്ക് മലയാളം പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ, വായിച്ചു പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ, അറിവ് നേടണമെങ്കിൽ ഇങ്ങനെയുള്ള പത്രങ്ങൾ വായിക്കണം കേട്ടോ. നല്ല വാർത്തകളുണ്ട് അതിനകത്ത്, നല്ലത്. എവിടെയും ഉണ്ടാവും മോശവും ചീത്തയും ഒക്കെ. അതുകൊണ്ട് നമുക്ക് അറിവ് കിട്ടും പത്രം വായിച്ചാൽ. എന്നാ ഞാൻ സംസാരിക്കാൻ വന്നത്, ഇന്ന് നിങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടായിരുന്നു, നിങ്ങളെ പോലെ സ്കൂളിൽ പഠിക്കാൻ പോയ ഒരു കുട്ടി സൂസൈഡ് ചെയ്തു. അറിഞ്ഞോ? അറിഞ്ഞായിരുന്നു. ആ കുട്ടി എത്രാം ക്ലാസ്സിലാണ്? 9ാം ക്ലാസ്.
9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലേ? ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ആരാ ഉള്ളേ? ആന്റി ഞങ്ങളുടെ അടുത്താ. ആ, അഭിയോണയുടെ അടുത്താണോ കുട്ടി? തൃശ്ശൂരോ? സേറ. സേറ. ഓക്കെ ഓക്കെ. പാലക്കാടുള്ള കുട്ടി അല്ലേ? ശ്രീകൃഷ്ണപുരം. ശ്രീകൃഷ്ണപുരം. ഓക്കെ. സേറാമോള് പറഞ്ഞ കേട്ടോ, അവർ അടുത്തുള്ള ഒരു കുട്ടി. അപ്പം ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാകാം. നിങ്ങളൊന്ന് ആലോചിച്ചേ, ആ കുഞ്ഞ് എന്തിനാ സൂസൈഡ് ചെയ്തത് നിങ്ങൾക്ക് അറിയാമോ? എന്തിനായിരിക്കും ആ കുട്ടി സൂസൈഡ് ചെയ്തത്? ആ കുട്ടിയെ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ട് 8ാം ക്ലാസ്സിലോട്ട് ഇരുത്തണമെന്ന് പറഞ്ഞു. ആ കുട്ടി 9ാം ക്ലാസ്സിലായിരുന്നു. ആ കുട്ടിക്ക് മാർക്ക് കുറവായത് കൊണ്ട് 8ാം ക്ലാസ്സിലോട്ട് ഇരുത്തണം എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിക്ക് എന്തായി? വിഷമായപ്പോ ആ കുട്ടി എന്ത് ചെയ്തു? സൂസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അത് ടീച്ചർമാർ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞെന്നല്ലേ പറയുന്നത് അതിനകത്ത്, അല്ലേ? അങ്ങനല്ലേ വാർത്ത? ആ കുട്ടിയെ 8ലോട്ട് മാറ്റണം എന്ന് പറഞ്ഞ ആ കുട്ടിയെ എങ്ങനെ എഴുതിപ്പിച്ചു. പിന്നെ എന്താ ചെയ്ത്? ആ കുട്ടിക്ക് നേരിട്ട മാനസിക വിഷമം എന്തായിരുന്നു എന്നാ പറഞ്ഞേ? ടീച്ചർ പാരന്റ്സിനെ വിളിച്ചൊരു മീറ്റിംഗ് പോലെ വെച്ച് ഈ കുട്ടിയെ അവിടെ നിർത്തി പറഞ്ഞു. കുട്ടീനെ പരസ്യമായി ഇൻസൾട്ട് ചെയ്തു അല്ലേ? ഓക്കെ. അപ്പൊ ആ കുട്ടിയുടെ വീട്ടുകാരും അറിഞ്ഞു ആ വിഷയം, എല്ലാരും അറിഞ്ഞപ്പോ ആ കുട്ടിക്ക് ഒരു വിഷമായി. അതുകൊണ്ട് പോയി ആ കുട്ടി സൂസൈഡ് ചെയ്തു. ഓക്കെ. ഞാൻ ആ കുട്ടി സൂസൈഡ് ചെയ്തതിനെ കുറിച്ചോ ആ കുട്ടീനെ ന്യായീകരിക്കോ ടീച്ചർമാരെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ നഴ്സറി പഠിക്കുന്ന മക്കളുണ്ട് ഇതിനകത്ത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 2ല്, 3ല്, 4ല്, 5ല്, 6ല്, 7, 8, 9, 10, +1, +2 ഇതിലൊക്കെ പഠിക്കുന്ന മക്കളാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്ന കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ. നിങ്ങളെ വേറൊരു കൊച്ചു അങ്ങനെ സൂസൈഡ് ചെയ്തായിരുന്നു. വേറൊരു കുട്ടിയെ സൂസൈഡ് ചെയ്തു. ആ കുട്ടി എന്തിനാ സൂസൈഡ് ചെയ്തേ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പുതിയ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാത്തതിന്. പുതിയ മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കാത്തതിന് ആ കുട്ടി സൂസൈഡ് ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ പ്രായമുള്ള മക്കളാണ് സൂസൈഡ് ചെയ്തത് അല്ലേ? അപ്പൊ നിങ്ങൾ ഇതൊക്കെ പത്രം വായിക്കുന്നില്ലെങ്കിലും TV കൂടെ മൊബൈലിൽ കൂടെ ഒക്കെ ഈ വാർത്ത കേൾക്കുന്നുണ്ട്. എന്റെ സ്കൂളിൽ പഠിക്കുന്ന ചെയ്തു. 9ൽ പഠിക്കുന്ന. നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സൂസൈഡ് ചെയ്തോ? അതെ, ഞങ്ങളുടെ തൊട്ട. അപ്പൊ കണ്ടോ? അപ്പൊ ഞാൻ പറയാതെ തന്നെ കണ്ടോ, ഒരുപാട് സ്ഥലത്ത് കുഞ്ഞുങ്ങള് നിങ്ങളുടെ പ്രായക്കാര് സൂസൈഡ് ചെയ്തു. ഇതൊക്കെ എന്നാ മൊബൈൽ വാങ്ങി കൊടുത്തില്ല, അല്ലെ വീട്ടുകാർ വഴക്ക് പറഞ്ഞു, ടീച്ചർ വഴക്ക് പറഞ്ഞു എന്നൊക്കെ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സ്കൂളിൽ മാർക്ക് കുറവുണ്ടെങ്കിൽ ടീച്ചർമാര് നിങ്ങളെ വഴക്ക് പറയാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ ടീച്ചർമാര് നമ്മളെ വഴക്ക് പറഞ്ഞെന്നിരിക്കും, ചിലപ്പോ നമ്മളെ അടിച്ചെന്നിരിക്കും, പരസ്യമായി ഇൻസൾട്ട് ചെയ്തെന്നിരിക്കും, ഒക്കെ ചെയ്തെന്നിരിക്കും. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പറയണം കേട്ടോ. വീട്ടിൽ ചെന്ന് പറയണം. ചിലപ്പോ നമ്മുടെ ടീച്ചർമാര് ചിലപ്പോ അവർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. അവരിപ്പോ ഫാമിലി പ്രോബ്ലം ഉള്ളവരായിരിക്കും. ഞാൻ ടീച്ചർമാരെ ന്യായീകരിക്കുകയല്ല. പല ടീച്ചർമാരും പല സ്വഭാവമായിരിക്കും കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് 5 അധ്യാപകരുണ്ടെങ്കിൽ 5 സ്വഭാവമായിരിക്കും അല്ലേ? ഞാനിപ്പോ നിങ്ങളുടെ ഒരു ടീച്ചറാ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാ, ഞാൻ നിങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാ. എന്റെ സ്വഭാവം പോലെയാണോ നിങ്ങളുടെ ചർച്ചിലുള്ള സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർ സ്വഭാവം? ആണോ? അല്ല. ചിലപ്പോ ആ ടീച്ചർ പാവമായിരിക്കും, ഞാൻ ഭയങ്കര ഭീകരിയായിരിക്കും. ഞാൻ ചിലപ്പോ വഴക്ക് പറയുന്നുണ്ടാവും, നിങ്ങളെ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ടാവും, അടങ്ങിയിരുന്നില്ലെങ്കിൽ വഴക്ക് പറയും. വിഷമമുണ്ടോ നിങ്ങൾക്ക് ഞാൻ വഴക്ക് പറയുമ്പോ? വിഷമമുണ്ടോ? അയ്യോ സിഞ്ചു ടീച്ചറെ ഞങ്ങളെ വഴക്ക് പറഞ്ഞു, എന്നാ പിന്നെ ഈ ആഴ്ച പോയി ആത്മഹത്യ ചെയ്യാം, അങ്ങനെ വലിയ ചിന്ത തോന്നിയിട്ടുണ്ടോ ആർക്കേലും? അയ്യോ സിഞ്ചു ടീച്ചർ വാക്കേം ചോദിക്കും, അയ്യോ ഇൻസൾട്ട് ചെയ്തു, അങ്ങനെ ആർക്കേലും സൂസൈഡ് ചിന്ത വലിയ വരുന്നുണ്ടോ? ഇല്ല. എന്തല്ലേ ടീച്ചർ എത്ര വഴക്ക് പറഞ്ഞിരിക്കണം അല്ലേ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ വഴക്ക് പറയുന്നത് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ആഷ്ലിനെ ഏഞ്ചലിനും സൂമില് വൈകി കയറിയതിന് ഞാൻ വഴക്ക് പറഞ്ഞു. അവരെ മാത്രമല്ല വഴക്ക് പറഞ്ഞു, പിന്നെ ആരൊക്കെ വഴക്ക് പറഞ്ഞു? ആഷ്ലിൻ പറ. ആഷ്ലിനെ ഏഞ്ചലിനെ മാത്രമാണോ ഞാൻ വഴക്ക് പറഞ്ഞേ? വൈകി കയറിയതിന് ആരൊക്കെയാ ഞാൻ വഴക്ക് പറഞ്ഞേ? വീട്ടിലുള്ളവരെയും പറഞ്ഞില്ലേ? പറഞ്ഞു. അയ്യോ മമ്മിക്ക് വിഷമാവോന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാണ്ടിരുന്നോ? പറഞ്ഞോ? ഇല്ല.
അപ്പൊ അതുകൊണ്ട് എന്താ ഈ പ്രാവശ്യം കഴിഞ്ഞ ഞായറാഴ്ച വഴക്ക് പറഞ്ഞത് കൊണ്ട് ഈ പ്രാവശ്യം ആഷ്ലിന്റെ മമ്മി നേരത്തെ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് 2 മണിയായി ഇപ്പൊ മിടുക്കി കുട്ടികളായിട്ട് കേറി. അതിന് പ്രത്യേകം കയ്യടി കൊടുക്കേണ്ട അവരുടെ മമ്മിക്കാ. മനസ്സിലായി? അപ്പൊ ഞാൻ ഈ വഴക്ക് പറയുന്നതിനൊക്കെ നിങ്ങളുടെ പാരന്റ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് സിഞ്ചു ടീച്ചറെ, അവർ ഉച്ചയ്ക്ക് വന്ന് കയറി ഇരിക്കുമ്പോ ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്, ഈ സൺഡേ സ്കൂൾ അവർക്ക് ഉപകാരമാണ് എന്നൊക്കെ എന്നോട് നിങ്ങളുടെ പാരന്റ്സ് പറയാം. അതുകൊണ്ട് ഒരിക്കലും ഇത് നിർത്തി കളയരുത്. അവര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കള് മാത്രമല്ല, ഞങ്ങളും കൂടി ഇപ്പുറത്ത് ഇരുന്ന് പഠിക്കുന്നുണ്ട് സൺഡേ സ്കൂള്, ഞങ്ങൾക്കും ഗുണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാരന്റ്സ് എന്നോട് പറയാറുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളെ മാത്രം സ്ക്രീനിൽ കാണുന്നുള്ളൂ, നിങ്ങളുടെ പാരന്റ്സ് ഇപ്പുറത്ത് ഇരുന്ന് പഠിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനൊരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വഴക്ക് പറയും, ദേഷ്യപ്പെടും, ശാസിക്കും, ഒക്കെ ചെയ്യും. അത് നിങ്ങളുടെ ഗുണത്തിനാണ്. ഇൻ കേസ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയണം. അയ്യോ ടീച്ചർ എന്തിനാ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ കുട്ടി സൂസൈഡ് ചെയ്തു എന്ന് പറയുന്നു. ഒരു പക്ഷെ ടീച്ചറുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം, നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ടാവാം. ടീച്ചർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാനൊരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പരസ്യമായി പറയേണ്ടതേ പറയാവൂ, എല്ലാം പരസ്യമായിട്ട് പറയാൻ പാടില്ല. അപ്പൊ ചിലതൊക്കെ നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ച് ഞാൻ പറയാറുണ്ട്, എല്ലാം ഒന്നും നിങ്ങളെ പരസ്യമായിട്ട് വഴക്ക് പറയാറില്ല. ചിലതൊക്കെ ഉഴപ്പുന്ന കാണുമ്പോ നിങ്ങളുടെ വീട്ടുകാരോട് ഫോണിൽ കൂടെ ഞാൻ പറയാറുണ്ട്, ഇന്ന ആള് ഉഴപ്പുന്നുണ്ട്, സൺഡേ സ്കൂളിൽ കയറുന്നില്ല, ഉഴപ്പുന്നുണ്ടെന്നൊക്കെ നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ച് ഞാൻ പറയാറുണ്ട്. കാരണം നിങ്ങളെ പരസ്യമായി വഴക്ക് പറയണ്ട വിചാരിച്ചു. അത് എന്റെ സ്വഭാവം. അത് വിചാരിച്ച് എല്ലാ ടീച്ചർമാരും അങ്ങനെ ആയിക്കോണമെന്നില്ല. ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോ നിങ്ങളുടെ 5 ടീച്ചർമാരുണ്ടെങ്കിൽ 5 സ്വഭാവമായിരിക്കും. ഹിന്ദി ടീച്ചറുടെ സ്വഭാവം അല്ല ഇംഗ്ലീഷ് ടീച്ചറുടെ സ്വഭാവം, ഇംഗ്ലീഷ് ടീച്ചറുടെ സ്വഭാവം അല്ല കണക്ക് ടീച്ചറുടെ സ്വഭാവം, കണക്ക് ടീച്ചറുടെ സ്വഭാവമേ അല്ല മലയാളം ടീച്ചറുടെ സ്വഭാവം, മലയാളം ടീച്ചറുടെ സ്വഭാവമേ അല്ല സയൻസ് ടീച്ചറുടെ സ്വഭാവം കേട്ടോ. ചിലപ്പോ നിങ്ങളുടെ മുൻപില് ചിലപ്പോ ചില ടീച്ചർമാര് നല്ല സ്വഭാവം ഉണ്ടാവും, ചില ടീച്ചർമാര് വഴക്ക് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും. ചില ടീച്ചർമാർ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി നിങ്ങളെ വഴക്ക് പറയും, എല്ലാ ടീച്ചർമാരെ മുമ്പിൽ വെച്ച് വഴക്ക് പറയും. അങ്ങനെ ചെയ്യുന്ന ടീച്ചർമാരുണ്ടോ? ഓഫീസ് റൂമിൽ കൊണ്ടുപോയി വഴക്ക് പറയുന്ന ടീച്ചേഴ്സ് ഉണ്ടോ? നിങ്ങൾക്ക് തുറന്ന് എന്നോട് സംസാരിക്കാം. ഉണ്ടോ? ടീച്ചർമാര് നിങ്ങളെ ഓഫീസ് റൂമിൽ കൊണ്ടുപോയിട്ട് വഴക്ക് പറയുന്ന ടീച്ചർമാരുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇല്ല. എന്നാ ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ച കാലത്തുണ്ടായിരുന്നു. എന്താ ഓഫീസ് റൂമിൽ കൊണ്ടുപോയിട്ട് ചൂരലെടുത്തിട്ട് ഞങ്ങള് പാവാട ഇടുന്നേ, ഞങ്ങളുടെ പാവാട അങ്ങോട്ട് ചുരുട്ടി പിടിച്ചിട്ട് ഞങ്ങളുടെ കാലിന്റെ അങ്ങോട്ട് തരും. പരസ്യമായിട്ട് ടീച്ചർമാർ അടിച്ചിട്ടുണ്ട്, ഞങ്ങളെ പുറത്ത് നിർത്തിയിട്ടുണ്ട്, മഴയത്ത് നിർത്തിയിട്ടുണ്ട്. നിങ്ങളെ ആരെങ്കിലും മഴയത്ത് നിർത്തിയിട്ടുണ്ടോ? മഴയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് 2 lines കോപ്പി എഴുതാനുണ്ടോ? 2 lines 4 lines കോപ്പി എഴുതാനുണ്ടോ? കോപ്പി എഴുതാത്തതിന് ഞങ്ങളെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അന്ന് മഴ പെയ്തപ്പോൾ ഞങ്ങളെല്ലാം മഴ നനഞ്ഞു. ക്ലാസ്സിൽ വർത്താനം പറഞ്ഞതിന് എല്ലാത്തിനെയും പൊതിരെ തല്ലിയിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർമാര് ചൂരലെടുത്തിട്ടുണ്ടോ? ചൂരലുണ്ട്, ഉണ്ട്. അടിക്കാറുണ്ട്, ഉണ്ട്. ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ പാരന്റ്സ് മാർക്ക് കുറഞ്ഞ പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പോ പാരന്റ്സ് സ്കൂളിൽ വരുമ്പോ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർമാര് പാരന്റ്സിനെ വിളിച്ച് പറയും, ഇന്ന കുട്ടിക്ക് മാർക്ക് കുറവാ. പിന്നെ വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ കാര്യം കഷ്ടകാലം, ഞങ്ങളെ അടിച്ച് ശരിയാക്കും. മനസ്സിലായോ? ഞങ്ങളുടെ പാരന്റ്സ് ഞങ്ങളെ തല്ലിയാ വളർത്തിയത്, ഞങ്ങളുടെ ടീച്ചർമാര് ഞങ്ങളെ തല്ലിയാ വളർത്തിയേ. ചിലപ്പോ നമ്മുടെ ടീച്ചർമാര് ചിലപ്പം അസംബ്ലി നടക്കുമ്പോ പരസ്യമായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം ഇടാതെ വന്ന കുട്ടിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്, വെയിലത്ത് നിർത്തിയിട്ടുണ്ട്. ഇതൊന്നും ചെയ്യുന്ന ശരിയാണോ തെറ്റാണോ എന്നൊന്നുമല്ല പറയുന്നേ, ഞങ്ങളെയൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വെയിലത്ത് നിന്നിട്ടുണ്ടോ? വെയിലത്ത് ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ടീച്ചേഴ്സ് വെയിലത്ത് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളെയൊക്കെ വെയിലത്ത് നിർത്തിയിട്ടുണ്ട്, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളെ ചെയ്തത്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികളെ ഇതൊന്നും ചെയ്യരുത് എന്ന നിയമമുണ്ടായ അവരെ അടിക്കുന്ന പോലും തെറ്റാന്നാണ് പറയുന്നത്. ഞങ്ങളെ ഇതൊക്കെ ചെയ്യും. ഞങ്ങളൊക്കെ ഇടുന്ന പാവാടയായിരുന്നു, ഞങ്ങളുടെ പാവാട അങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കാലിന്റെ അങ്ങോട്ട് അടിക്കും. അടിച്ച ആ പാട്
കാലയിലുണ്ടാവും. അത് പഠിക്കുന്ന കുട്ടിയാണോ പഠിക്കാത്ത കുട്ടിയാണോ ഒന്നുമല്ല. ആൻസർ പറഞ്ഞില്ല, അനുസരണക്കേട് കാണിച്ചോ ഒക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്ന സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക്? കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്ന സ്വഭാവം ഇല്ല. ഭക്ഷണം കഴിക്കാന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച കുറെ നേരം സമയമില്ലേ കുട്ടികൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റിയ സമയത്തേ ഞങ്ങൾ എന്ത് ചെയ്യും, കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നപ്പം ബെല്ലടിച്ചു. അപ്പം എല്ലാ കുട്ടികളെ നിരത്തി അടിച്ചു സാറ്. എല്ലാരും പുറത്ത് നിന്നോളാൻ പറഞ്ഞു. ബെല്ലടിച്ചപ്പോ ക്ലാസ്സിൽ കയറാഞ്ഞിട്ട്. ഞങ്ങൾ ആരും പോയി സൂസൈഡ് ചെയ്തില്ല കേട്ടോ. വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരോട്. വീട്ടുകാർ വന്നിട്ട് ക്ലാസ്സിൽ കയറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? ഞങ്ങൾ ആരും സൂസൈഡ് ചെയ്തില്ല. ഞങ്ങളെ അടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കാലത്ത് തോൽവിയുണ്ടോ? 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 7ാം ക്ലാസ്, 6ാം ക്ലാസ് നിങ്ങളെ തോൽപ്പിച്ചിരുത്താറുണ്ടോ? ഇല്ല. ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പഠിക്കുന്ന കുട്ടിയായാലും പഠിക്കാത്ത കുട്ടിയായാലും അടുത്ത ക്ലാസ്സിലോട്ട് കയറ്റും അല്ലേ? ഇല്ലേ? പക്ഷേ ഞങ്ങൾ പഠിച്ച കാലത്ത് അങ്ങനല്ല. 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് മാർക്ക് കുറവാണെങ്കിൽ ആ കുട്ടി അവിടെ ഇരിക്കും. നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം 8ാം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ നമ്മൾ മാത്രം 7ാം ക്ലാസ്സിലിരിക്കും, 8ാം ക്ലാസ്സിലിരിക്കും. ഞങ്ങളെ തോൽപ്പിച്ച് അവിടെ ഇരുത്തും. പഠിച്ച് മാർക്ക് കിട്ടിയിട്ടേ അടുത്ത ക്ലാസ്സിലോട്ട് കയറ്റത്തുണ്ടായിരുന്നുള്ളൂ. 8ാം ക്ലാസ്സിൽ 2ഉം 3ഉം പ്രാവശ്യം തോറ്റവരുണ്ട്. ഇന്ന് നിങ്ങളെ എങ്ങനെ തോൽപ്പിക്കുവോ? ആ കുട്ടിക്ക് മാർക്ക് കുറവാന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ടീച്ചർ എന്ത് ചെയ്തു? 8ാം ക്ലാസ്സിലോട്ട് ഇരുത്തണം എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ഇൻസൾട്ട് ആയി. ഓക്കെ, ഞാൻ ടീച്ചർമാരെ ന്യായീകരിക്കല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ടീച്ചർമാർ അങ്ങനെ പറഞ്ഞത് വിഷമായിക്കാണും, ടീച്ചർമാർ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് നന്നായി പഠിക്കണം, ക്ലാസ്സിൽ പോയി ശ്രദ്ധിച്ചിരിക്കണം, ടീച്ചർമാര് പറയുന്ന കേൾക്കണം. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് അതിന്റെ ആവശ്യകത, ഈ വിഷമം അനുഭവിക്കേണ്ടി വരുമോ? ഇല്ല. പഠിക്കാൻ വിട്ടാൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും മിടുക്കരായിക്കോണമെന്നില്ല, എല്ലാവരും ക്ലാസ്സിൽ ഫസ്റ്റ് ആയിക്കോണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറവുണ്ടാവും അല്ലേ? മാർക്ക് കുറവുണ്ടാവും. അത് നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും, നിങ്ങളുടെ ടീച്ചർമാര് നിങ്ങളെ വഴക്ക് പറഞ്ഞു, നീ പരസ്യമായിട്ട് അപമാനിച്ചു, നിങ്ങളെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കളിയാക്കി, നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ചെന്ന് നിങ്ങളുടെ സ്കൂളിലെ എല്ലാ കാര്യവും നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് പറയണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പാരന്റ്സിനോട് പറയാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന് പറയണം കേട്ടോ. ആ കുട്ടിക്ക് വിഷമായി സൂസൈഡ് ചെയ്തു എന്ന് പറയുന്നു. ആ കുട്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പാരന്റ്സ് എന്ത് ചെയ്തു ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവര് ദേഷ്യപ്പെടുവോ അടിക്കുവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. സിഞ്ചു ടീച്ചറെ, എനിക്കൊരു വിഷമമുണ്ട്, എന്റെ സ്കൂളിൽ ഇങ്ങനെ ഒരു വിഷമമുണ്ട്, എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു വിഷമമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ കുട്ടിയുടെ പേരൊന്നും പറയുന്നില്ല. ആ കുട്ടീനെ മുതിർന്ന ക്ലാസ്സിലെ ഒരു ആൺകുട്ടി ഭയങ്കര ശല്യപ്പെടുത്തല്. ഞാൻ എങ്ങനെ ടീച്ചറെ, ആ കുട്ടി എന്നെ ഭയങ്കര ശല്യപ്പെടുത്തുക, അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകാലെ വരും, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു? അപ്പൊ ഞാൻ അതിനുള്ള പ്രതിവിധി നമ്മുടെ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. ആ കുഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ആ കൊച്ചിന് വീട്ടിൽ പറയാൻ പേടി. കാരണം വീട്ടുകാർ പറഞ്ഞു വെക്കും, നിന്നോടാരാ പറഞ്ഞ അവനോട് മിണ്ടാൻ പറഞ്ഞത്? നീ മിണ്ടിയിട്ടല്ലേ അവനെ? നമ്മളെ വീട്ടുകാരോട് പറഞ്ഞ അവര് രണ്ട് ചാടി കളിക്കും അല്ലേ? ഏതേലും പയ്യനോ ഏതേലും പെൺകുട്ടിയോ പുറകാലെ വരുന്നുണ്ട് പറഞ്ഞാൽ വീട്ടുകാർ ആദ്യം ദേഷ്യപ്പെടും. അപ്പൊ അവക്ക് വീട്ടിൽ പറയാൻ ഒരു മടി. അപ്പൊ എന്നോട് പറഞ്ഞു, എന്തുവാ ഞാൻ ചെയ്യണ്ടേ? അപ്പൊ എന്നോട് പറഞ്ഞു, വീട്ടിൽ പ്രത്യേകം മമ്മിയോട് പറയരുത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു കുട്ടിയാ, ഞാൻ ആ പേര് പറയുന്നില്ല. പക്ഷെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ആ കുട്ടി അതിൽ നിന്ന് ആ പയ്യനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ കുട്ടിയെ എങ്ങനെ നമ്മള് മാനേജ് ചെയ്യണ്ടേ. കാരണം നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ, കൂടെ വെറുപ്പിക്കാൻ പറ്റത്തില്ല, ദേഷ്യപ്പെടാൻ പറ്റത്തില്ല, നാളെ ശത്രുവാകും. പക്ഷെ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഇന്നിപ്പം പറയാണ്, ടീച്ചറെ ഞാൻ ഫ്രീ ആയി, എനിക്കിപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൂളിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. നിങ്ങളുടെ പാരന്റ്സിനോട് പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷയം ഇനി നിങ്ങളുടെ പാരന്റ്സിനോട് പറയാൻ പറ്റുന്ന പാരന്റ്സ്.
പാരന്റ്സിനോട് പറയണം. എന്നാലും ഒരു കാര്യം പോലും നിങ്ങളുടെ മനസ്സിൽ വെച്ചോണ്ട് നടക്കരുത്. പോയി കയറെടുക്കാനോ വിഷക്കുപ്പി എടുക്കാനോ പുഴയിൽ പോയി ചാടാനോ ഒന്നും പോയേക്കരുത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നിങ്ങളെ വളർത്തുന്ന, നിങ്ങളെ വളർത്തിയെടുക്കുന്ന, നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ മറന്നു നിങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന അധ്യാപകരുണ്ട്. ഒരു അധ്യാപിക അങ്ങനെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ 2 അധ്യാപകർ പറഞ്ഞു വിചാരിച്ച എല്ലാ അധ്യാപകരും അങ്ങനല്ല കേട്ടോ. അതുകൊണ്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങള് തുറന്നു പറയണം. ടീച്ചർമാരെ ബഹുമാനിക്കണം, ടീച്ചർമാരോട് സ്നേഹത്തോടെ ഇടപെടണം. പല ടീച്ചർമാരും പല സ്വഭാവ. ചിലവര് ദേഷ്യപ്പെടും, ചിലര് സ്നേഹത്തോടെ ഇടപെടും, ചിലവര് നമ്മളെ ചേർത്ത് നിർത്തും, ചിലവർക്ക് നമ്മളെ കാണുന്നേ ഇഷ്ടമല്ല. ചില ടീച്ചർമാർക്ക് നമ്മളെ കാണുമ്പോഴേ കലിപ്പ അല്ലെ. നമുക്കും ടീച്ചർമാരെ കാണുന്ന കലിപ്പ. ചിലവർക്ക് കണക്ക് ടീച്ചറെ കാണുന്നേ ദേഷ്യം, കാരണം നിങ്ങൾക്ക് കണക്ക് പഠിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ചിലവർക്ക് ഹിന്ദി ടീച്ചറെ കാണുന്നേ ഇഷ്ടമല്ല, കാരണം നിങ്ങൾക്ക് ഹിന്ദി ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ ടീച്ചർമാരെയും ഒരുപോലെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ ഒന്നും പറ്റിക്കോണമെന്നില്ല. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ടീച്ചർമാർക്കും ഉണ്ടാവും മുഖപക്ഷം അല്ലേ? ഇല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തുറന്നു പറയാം. ടീച്ചർമാർക്ക് ചില കുട്ടികളോട് ചിലരോട് ഇഷ്ടം, ചിലരോട് ഇഷ്ടക്കേട്, ചില കുട്ടികളോട് പ്രത്യേകം ചോദ്യം ചോദിക്കല്, ചില കുട്ടികളോട് പ്രത്യേകം അന്വേഷണം, അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ? ഉണ്ട്. ഉണ്ട്. ആ ഉണ്ടോ? ബാക്കിയുള്ളവര് പറ. ഒരാള് പറഞ്ഞു ഉണ്ടെന്ന്. ഉണ്ട്. ഉണ്ട്. ഞാൻ പഠിച്ച സമയത്തും ഉണ്ടായിരുന്നു. ഉണ്ട്. ഞാൻ പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ടീച്ചർക്ക് പഠിക്കുന്ന കുട്ടികളോട് പ്രത്യേക ഇഷ്ടം. ഒരു ടീച്ചർക്കുണ്ട് വെളുത്ത കുട്ടികളോട് പ്രത്യേക ഇഷ്ടം, വെളുത്ത കുട്ടികളോട്. ഒരു ടീച്ചർക്ക് ഞാൻ പഠിച്ച സമയത്തുണ്ടായിരുന്നു ഒരു ടീച്ചർക്ക് എന്താ ഈ പുറകിൽ ബാക്ക് ബെഞ്ചിലുള്ള കുട്ടികളൊക്കെ ഭയങ്കര വർത്താനക്കാരല്ലേ, അവരെ ടീച്ചർക്ക് ഇഷ്ടമേ അല്ല. ഇനി അവര് പഠിച്ചോണ്ട് വന്ന ഒരു ടീച്ചർ അവരുടെ നെഗറ്റീവേ കാണത്തുള്ളൂ. ഞാൻ പഠിച്ച സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്ന ടീച്ചർമാരുണ്ട്. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളെ ഇഷ്ടമല്ല, അവരെ അലമ്പരാ, അവരെ എപ്പോഴും വഴക്ക് പറയും. ചില ടീച്ചർമാർക്കുണ്ട് ഈ ചാടി ചാടി ഉത്തരം പറയുന്ന കുട്ടികളോട് പ്രത്യേക ഇഷ്ടം. ഇല്ലേ? അങ്ങനെ ഇല്ലേ? നമ്മൾ ചോദ്യം ചോദിക്കുമ്പോ പെട്ടെന്ന് ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഉത്തരം പറയാൻ പറ്റിക്കോണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ തന്നെ ചോദ്യം ചോദിക്കുമ്പോ റിബേക്കയുടെ ഭർത്താവിന്റെ പേരെന്താ? റിബേക്കയുടെ ഭർത്താവിന്റെ പേര് ആർക്ക് പറയാം? റിബേക്കയുടെ ഭർത്താവിന്റെ പേര് ഇസഹാക്ക്. ഇസഹാക്ക്. അതാരും പറഞ്ഞു? ആഷ്ലിൻ പറഞ്ഞു അല്ലേ? അത് വിചാരിച്ച് എനിക്ക് ആഷ്ലിനോട് മാത്രം ഇഷ്ടം തോന്നാൻ പാടുണ്ടോ? പാടില്ല. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ആഷ്ലിൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കി ആഷ്ലിനാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ചിലപ്പോ ചില സമയത്ത് നമുക്ക് ഉത്തരം പറയാൻ പറ്റിക്കോണമെന്നില്ല, ചില സമയത്ത് നമുക്കൊരു തെറ്റ്. ഇപ്പൊ ഞാൻ ചോദിച്ചു റിബേക്കയുടെ ഭർത്താവിന്റെ പേരെന്ത്? ഇസഹാക്ക് തന്നെയാണോ? നിങ്ങൾക്കൊരു ടെൻഷൻ, ഇനി തെറ്റുവോ, സിഞ്ചു ടീച്ചർ വഴക്ക് പറയോ അല്ലെ? അങ്ങനെ വിചാരിച്ച് മിണ്ടാതിരുന്നവരുണ്ടാവും ഇതിനകത്ത്. അപ്പൊ പലരും പല മൈൻഡാ അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞാനിപ്പോ ഇവിടെ നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ എന്റെ മനസ്സിൽ കൊണ്ടു കിടക്കാനാ ശ്രമിക്കുന്നത്. ഞാനിവിടെ പ്രത്യേക ഇപ്പൊ ഇതിനകത്ത് ചിലവര് പെട്ടെന്ന് ഉത്തരം പറയുന്നവരുണ്ടാവും, ചിലവർ ഉത്തരം പറയത്തേ ഇല്ല. അത് വിചാരിച്ച് എനിക്കറിയാം. ഇപ്പൊ ഇതിനകത്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവരെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് പറഞ്ഞാലും ചാടി ചാടി ഉത്തരം പറയുന്നവരെ എനിക്കറിയാം. ഇപ്പൊ ബിയ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഉത്തരം പറയും അല്ലേ? ഇപ്പൊ ബിയൂള അങ്ങന്റെ ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് വിചാരിച്ച് ബിയൂള മോശക്കാരിയും ബിയ മിടുക്കിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മനസ്സിലായോ? എല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ട്. നിങ്ങൾ എല്ലാവരും മിടുക്കരാ. ചിലവർക്ക് ചാടി ചാടി ഉത്തരം പറയാൻ പറ്റും, ചിലവർക്ക് പെട്ടെന്ന് മറുപടി നൽകാൻ പറ്റും. അത് നിങ്ങളുടെ സ്കൂളിലായാലും അങ്ങനെയാ. ചിലപ്പോ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്നിരിക്കും, ചിലപ്പോ കൂടിയെന്നിരിക്കും, ചിലപ്പോ നിങ്ങൾ മിഡിലായിരിക്കും. മിഡില് ഒരു മീഡിയം എന്താ രീതിയിൽ പഠിച്ചു പോകുന്നവരായിരിക്കും. അത് വിചാരിച്ച് എനിക്ക് മറ്റു കുട്ടികളെ പോലെ പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ആ കുട്ടിയെ പോലെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, ടീച്ചർക്കൊക്കെ ആ കുട്ടിയോടാ ഇഷ്ടം എന്ന് നിങ്ങൾ അങ്ങനെ ആരും ചിന്തിച്ചു പോകല്ലേ. ചിലപ്പോ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ വിഷമം ഉണ്ടാവും. ആ ടീച്ചർക്ക് ആ കുട്ടിയോടാ ഇഷ്ടം, എന്നോട് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ചിന്തയുള്ളവരുണ്ടോ അതിനകത്ത്? ഉണ്ടോ ആർക്കേലും? ഏതേലും ടീച്ചർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതേലും ക്ലാസ്സിൽ ഏതേലും ടീച്ചർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല.
വേറെ ആർക്കെങ്കിലും ഈ ടീച്ചർക്ക് എന്നെ ഇഷ്ടമേ അല്ല എന്ന് തോന്നുന്നവരാരേലും ഉണ്ടോ? ഇല്ല. അപ്പൊ ടീച്ചർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല. നല്ല കാര്യം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടീച്ചറോട് ഇഷ്ടക്കേടുണ്ടോ? അത് പറ. അതിന്റെ സാധ്യതയുണ്ട്. ടീച്ചർമാർക്ക് നിങ്ങളോടല്ല ഇഷ്ടം, പക്ഷെ നിങ്ങൾക്ക് എല്ലാ ടീച്ചർമാരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? സത്യമായിട്ട് പറ. എല്ലാ ടീച്ചർമാരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഒരുപോലൊന്നും പറ്റുന്നില്ല. ഒരുപോലെ പറ്റുന്നില്ല. ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സത്യമാണ്, ഒരുപോലെ സ്നേഹിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം പറ. കാരണം പറയൂ. പല സ്വഭാവങ്ങൾ. പറയൂ. എന്തുകൊണ്ടാ ടീച്ചർമാരെ എല്ലാം നമുക്ക് ഒരുപോലെ സ്നേഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം? പലർക്കും പല സ്വഭാവല്ലേ? പലർക്കും പല സ്വഭാവം അല്ലേ? ഒരു ടീച്ചർക്ക് എന്ത് സ്വഭാവമായിരിക്കും? നിങ്ങളല്ലേ ടീച്ചർമാരെ കാണുന്നതൊക്കെ. പല ടീച്ചർമാരും പല സ്വഭാവം. എന്താ ഉദ്ദേശിച്ചേ? ചിലത് നല്ലോണം അടിക്കും, ചിലവര് നന്നായി അടിക്കും. ചിലര് പറഞ്ഞാൽ നല്ലോണം മനസ്സിലാവും പഠിപ്പിക്കുമ്പോ. ചിലവര് പഠിപ്പിക്കുമ്പോ നന്നായി മനസ്സിലാവും. ചിലവര് വായിച്ചു വിടും. എങ്ങനെയാലും ഫസ്റ്റ് ടൈം ഒന്ന് തീർക്കണം എന്ന് വിചാരിച്ച് ടീച്ചർ അടിച്ചു വിടും അല്ലെ? ഓടിച്ചു വിടുന്ന ടീച്ചർമാരുണ്ടാവും. ഒന്നും മനസ്സിലാവില്ല. പഠിപ്പിക്കുന്ന ടീച്ചർക്കും മനസ്സിലാവില്ല, കേൾക്കുന്നത് നമുക്കും മനസ്സിലാവില്ല അല്ലെ? ചില ടീച്ചർമാരുടെ സബ്ജക്റ്റിന് നമുക്ക് ട്യൂഷന് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചില ടീച്ചർമാരുടെ വിഷയത്തിന് നമുക്ക് ട്യൂഷന് പോകേണ്ടി വരും. കാരണം ആ ടീച്ചർക്കും മനസ്സിലാവില്ല, നമുക്കും മനസ്സിലാവില്ല. അത് ആ ടീച്ചറെ ശൈലിയാ. മനസ്സിലായോ? അതുകൊണ്ട് ഇനി നമ്മൾ ടീച്ചറെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ മാറാൻ ശ്രമിക്കുക. ടീച്ചറെ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ. വിചാരിച്ച ആ ടീച്ചറോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അത് അവരുടെ രീതിയാ. ഇപ്പൊ ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന പോലെ അല്ലായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചർ. പലരും പല രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അത് വിചാരിച്ച് എല്ലാവരും മോശക്കാരാണോ? അല്ല. പലർക്കും ദൈവം പല രീതിയിലാണ്. പലർക്കും പല സ്വഭാവമാണ്. പലരും പല ആറ്റിറ്റ്യൂഡാണ്. പലരും പല കുടുംബത്തിൽ നിന്ന് വളരുന്നതാണ്. പലരും പല പ്രശ്നത്തിൽ കൂടെ കടന്നു വരുന്നവരാണ്. ഇപ്പൊ ഓരോ ടീച്ചർമാരുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം പോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നതിനെക്കാട്ടിലും പ്രശ്നത്തിൽ കൂടെ കടന്നു വരുന്നവരാണ് നിങ്ങളുടെ ടീച്ചർമാരും. അവർക്ക് കുടുംബമുണ്ട്, കുടുംബ ജീവിതമുണ്ട്. അവരും എന്തെല്ലാം പ്രശ്നത്തിൽ കൂടെ കടന്നു വരുന്നവരായിരിക്കും. മനസ്സിലായോ? അവരും മനുഷ്യരാണ് എന്ന് കാണണം. അതുകൊണ്ട് ടീച്ചർമാരെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ടീച്ചർമാരെ എന്ത് വിളിക്കരുത്? വട്ടപ്പേര്. ഇരട്ടപ്പേര് വിളിക്കരുത് അല്ലേ? വട്ടപ്പേര്. തൃശ്ശൂർ എന്താ പറയുന്ന? വട്ടപ്പേര്. നമ്മൾ പറയും ഇരട്ടപ്പേര്. ടീച്ചർമാരെ ഒരിക്കലും ഇരട്ടപ്പേര് ഇടരുത് കേട്ടോ. അതൊക്കെ തെറ്റാ. നമ്മൾ ബഹുമാനിക്കണം അവരെ. അധ്യാപകരെ നമ്മൾ ബഹുമാനിക്കണം. ഓക്കെ. ഇന്ന് ഞാൻ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഒത്തിരി ആത്മഹത്യകൾ, നിങ്ങളുടെ പ്രായക്കാരാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങളെക്കാട്ടിലും വലിയ വിഷയത്തിലും പ്രശ്നത്തിൽ കൂടെ ഒക്കെ കടന്നു പോയതാ. പക്ഷെ ചെറിയൊരു വിഷയം കിട്ടുമ്പോ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്നെ ആത്മഹത്യ ചെയ്യണമായിരുന്നു അല്ലെ? നിങ്ങൾക്കൊക്കെ വീട്ടിൽ മൊബൈൽ വാങ്ങി തന്നിട്ടുണ്ടോ പറഞ്ഞ സമയത്ത്? ഉണ്ടോ? പറ. ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മൊബൈൽ, അയ്യോ, ചില സമയത്ത് നിങ്ങൾ മൊബൈൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴായിരിക്കും, ചില സമയത്ത് നിങ്ങൾ മൊബൈലിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ വന്ന് ഒറ്റ തട്ടിപ്പറിക്കല്. ദേഷ്യം വരും അല്ലേ? നിങ്ങൾ നല്ലൊരു കാർട്ടൂൺ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ വന്നിട്ട് ഓഫ് ചെയ്യടാ, ഒന്ന് പോയി പഠിക്കടാ അവന്റെ ഒരു മൊബൈല് പറഞ്ഞിട്ട് മൊബൈൽ ഓഫ് ചെയ്യും. ഇല്ലേ? അപ്പൊ ദേഷ്യം വരില്ല അമ്മയോട്? സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും ഇല്ലേ? മൊബൈൽ ഓഫ് ചെയ്ത് പോയി പഠിക്കാൻ പറയുമ്പോ. ഇല്ല മനസ്സിലല്ലേ? മനസ്സിലല്ലേ? മൊബൈൽ കളിച്ചോണ്ടിരിക്കുമ്പോ മൊബൈൽ മേടിച്ചു വെച്ചാൽ നമുക്ക് ദേഷ്യം വരുമോ? അവനൊരു വിശുദ്ധൻ. ചെറിയൊരു മൂളക്ക. അമ്മയോട് ചോദിച്ചു നോക്കണം എന്താ അവസ്ഥ എന്ന്. ഇവിടെ വാക്യം പറഞ്ഞുകൊണ്ട് മൊബൈലിൽ കളിക്കുന്നവരെ എനിക്കറിയാം. വാക്യം പറയണമെന്നും പറഞ്ഞുകൊണ്ട് മൊബൈലിൽ കളിക്കുന്നവരെ എനിക്കറിയാം. നിങ്ങളുടെ ടെക്നിക്ക് എല്ലാം എന്നോട് നിങ്ങളുടെ വീട്ടുകാർ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് വീട്ടുകാർ ചിലപ്പോ പോയി പഠിക്ക്, മൊബൈലിൽ ഇത്രയും നേരം സമയം ചെലവഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മൊബൈൽ മേടിച്ചു വെക്കുമ്പോ നമുക്ക് ഒരു ദേഷ്യമൊക്കെ വരില്ലേ ജോയലെ?
ജോയിന് പറ സത്യം. ദേഷ്യം വരുവോ? ചെറുതായിട്ടൊക്കെ ദേഷ്യം വരും. ഓക്കെ, അപ്പം ഈ മൊബൈൽ പെട്ടെന്ന് മേടിച്ചു വെക്കുമ്പോ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുമോ? ഓ പോയി ചത്താ മതിയെ, നീ അമ്മയും കൊണ്ട് എനിക്ക് വയ്യ, അങ്ങനെ തോന്നുമോ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും തോന്നരുത് കേട്ടോ. ഇനി ആർക്കെങ്കിലും അങ്ങനൊക്കെ ചിന്ത വരിക, ഈ അമ്മേനെയും കൊണ്ട് എനിക്ക് വയ്യ, സർവ്വനേരം മൊബൈൽ മേടിച്ചു വെക്കും, എന്നാ പോയി പുഴയിൽ പോയി ചാടാം, അല്ലെ പോയി തൂങ്ങി ചാടാം, അങ്ങനൊക്കെ ചിന്തയൊന്നും ആർക്കും വരരുത്. അവര് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാട്ടോ മൊബൈൽ മേടിച്ചു വെക്കുന്നത്. കേട്ടോ ബെന്നെ? 10ാം ക്ലാസ് ആണ്, പഠിക്കണം കേട്ടോ. ബെന്നെ അങ്ങനൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യത്തില്ല. ഇതിനകത്തുള്ള ഒരു കുഞ്ഞുങ്ങൾ പോലും മൊബൈലിനകത്ത് അഡിക്റ്റ് അല്ല. നിങ്ങളൊക്കെ മിടുക്കൻ കുട്ടികൾ, അതുകൊണ്ടല്ലേ ഈ സമയത്ത് നിങ്ങൾ ദൈവവചനം പഠിക്കാൻ വേണ്ടി കയറിയതും ഒക്കെ. പക്ഷേ നിങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മള് എവിടം വരെയാണ് പഠിച്ചത്? നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാരും എടുത്തേ.